സോ ഇതൊക്കെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞവർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും സ്കോപ്പ് ഉള്ള കോഴ്സസ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LBSന്റെ ചെറിയൊരു അപ്ഡേഷൻ. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസുകൾ. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം. കാരണം ഞാൻ ഇതിനകത്ത് കൊമേഴ്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ മെഡിക്കൽ പരമായിട്ടും എടുക്കാൻ പറ്റിയ കൊമേഴ്സും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സസുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ LBSന്റെ ഫൈനൽ സബ്മിഷൻ ഡേറ്റ് ജൂൺ 19 വരെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ LBSന്റെ എല്ലാ രജിസ്ട്രേഷൻസും എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ആർ പ്രൊവിഷണലി അക്സെപ്റ്റഡ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വിൽ ബി അപ്ഡേറ്റഡ് ഓൺലി ആഫ്റ്റർ വെരിഫിക്കേഷൻ എന്നായിരിക്കും കാണിക്കുക. അതിനർത്ഥം നിങ്ങൾ കൊടുത്ത ഡാറ്റാസ് അതേപോലെ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷൻസും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ്. അതിനുശേഷം ജൂലൈ 28 നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നമ്മുടെ ID ലോഗിൻ ആവും, അപ്ഡേറ്റ് ആവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണോ അതല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇനി റിജക്റ്റഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് കാണിക്കും. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ കാണിക്കുക. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയെന്നുള്ളതിന് റീസൺ നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോക്സിന്റെ അണ്ടറിൽ തന്നെ ഒരു റിമാർക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ എന്താണ് വരുത്തിയിരിക്കുന്ന എറർ അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റ് ആണ് നമുക്ക് എറർ ആയിട്ട് വന്നിരിക്കുന്നത് അത് അവര് റിമാർക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കറക്ഷൻ ചെയ്യാം. ജൂൺ 28 ടു ജൂലൈ 7 ആ ഡേറ്റ് വരെയാണ്, ജൂലൈ 7 5 മണി വരെ ആ ഒരു ടൈം വരെയാണ് നമുക്ക് കറക്ഷന് നമ്മുടെ എല്ലാ എറേഴ്സും റെക്ടിഫൈ ചെയ്യാനുള്ള ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളുടെ ഡേറ്റുകൾ അനുസരിച്ച് എല്ലാം അപ്ഡേഷൻ എല്ലാം നോക്കുക. നിങ്ങൾ എന്തെങ്കിലും എറർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് +2 കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്രൊഫഷണൽ കോഴ്സസുകൾ ഏതൊക്കെയാണെന്നാണ്. അതിനകത്ത് ആദ്യം വരുന്നത് BCom, അതായത് ബാച്ചുലർ ഓഫ് കൊമേഴ്സ്. ഇതൊരു കോമൺ കോഴ്സാണ്. മെയിൻലി കൊമേഴ്സ് +2 പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാം പോകുന്നത് BComന് തന്നെയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ മെയിൻലി അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഫിനാൻസ് ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് മെയിൻലി പഠിക്കുന്നത്. പിന്നെ BCom പഠിച്ചു കഴിഞ്ഞിട്ട് BComൽ തന്നെ നിൽക്കാതെ നമുക്ക് അതിന്റെ അഡ്വാൻസ്ഡ് കോഴ്സസ് ചെയ്യാവുന്നതാണ്. അതായത് MCom പോലെ ഉള്ള കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്കോപ്പ് ആയിരിക്കും ആ ഒരു കോഴ്സിന് ഉണ്ടാവുക. അടുത്തൊരു കോഴ്സാണ് CA, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇതിൽ മെയിൻലി വരുന്നത് ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫിനാൻസ് എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതൊരു ഹാർഡ് കോഴ്സാണ്. സോ നല്ല ഹാർഡ് വർക്കിങ്ങും അതേപോലെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കോഴ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടാക്സേഷൻ, ഫിനാൻസിങ് അതേപോലെ തന്നെ ഓഡിറ്റിംഗ് അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ CAക്ക് പോവാ. നല്ല ഡെഡിക്കേഷൻ, ഈ പറഞ്ഞതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കുറച്ച് ഹാർഡ് വർക്കിംഗ് കൂടുതലാണ് CA കോഴ്സിന്. അതേപോലെ തന്നെ നല്ല ഡെഡിക്കേഷനും വേണം. സോ അതാണ് നമുക്ക് എടുക്കാൻ പറ്റിയ രണ്ടാമത്തെ ഒരു കോഴ്സ്. ഇനി അടുത്തൊരു കോഴ്സാണ് BBA, അതായത് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ മെയിൻലി മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ്, പിന്നെ ബിസിനസ് ഓപ്പറേഷൻസ് ഇതിനെ കുറിച്ചിട്ടാണ് മെയിൻലി പഠിക്കുക. ഇത് നമ്മുടെ MBAയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് BBA എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ കുറെ ആഡ് ഓൺ കോഴ്സസ് വരുന്നുണ്ട്. അതായത് BBA ഏവിയേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ കോഴ്സസുകൾ ഇതിനകത്ത് ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് വരുന്നുണ്ട്. സോ BBAയും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തൊരു കോഴ്സാണ് BCA, അതായത് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇതിനകത്ത് മെയിൻലി വരുന്ന കോഴ്സസുകൾ എന്ന് പറയുമ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്. അതായത് ഇപ്പം AI എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പം അഡ്വാൻസ് ടെക്നോളജീസ് ആണ്, AIയുടെ ഒക്കെ ഒരു വേൾഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനൊക്കെ കുറച്ചും കൂടെ നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് BCA കോഴ്സസ് എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് സിനിമാറ്റോഗ്രാഫി, വീഡിയോഗ്രാഫി, അതേപോലെ തന്നെ സ്കൾപ്ചേഴ്സ്, പെയിന്റിങ്സ്, ആനിമേഷൻസ് ഈ ഒരു ഫീൽഡിലൊക്കെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോഴ്സ് ആണ് BVA, അതായത് ബാച്ചുലർ ഓഫ് വിഷ്വൽ ആർട്സ്. ഇതിൽ മെയിൻലി വരുന്നത് ഇതേപോലെ തന്നെ ഈ ഫിലിം മേക്കിങ്സ്, സ്കൾപ്ചേഴ്സ്, പെയിന്റിങ്സ്,
ആനിമേഷൻസ്, ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് BVA, ബാച്ചുലർ ഓഫ് വിഷ്വൽ ആർട്സ്. ഇനി നിങ്ങൾക്ക് മോഡലിംഗ് അതേപോലെ തന്നെ ഡിസൈനിങ് ഒക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് ഫാഡ്, അതായത് ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ്. ഇതിൽ മെയിൻലി നമുക്ക് മോഡലിംഗ് അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന കോഴ്സസുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മോഡലിംഗ് അതേപോലെ തന്നെ ഫാഷനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല കോഴ്സാണ് ഫാഡ്. അടുത്തൊരു കോഴ്സാണ് BBA LLB, അതായത് അതൊരു 5 year ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലോ ഇഷ്ടപ്പെടുന്നവർക്കും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതൊരു 5 year കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയാ, നമുക്ക് BBA ഇഷ്ടമുള്ളവർക്ക് BBAയുടെയും കിട്ടും, അതേപോലെ തന്നെ ലോ, രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് അത് വരുന്നത്. സോ അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സസുകളൊന്നും കൂടാതെ നിങ്ങൾക്ക് ഏവിയേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ് എന്നീ നിരവധി കോഴ്സുകളുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കോഴ്സസുകളൊക്കെയാണ് മെയിൻലി കോമൺ ആയിട്ട് കൊമേഴ്സ് കഴിഞ്ഞവർ എടുക്കുന്ന കോഴ്സസുകൾ. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കൂടുതലുള്ള കോഴ്സസുകളാണ് അതെല്ലാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞവർക്ക് മെഡിക്കൽ പരമായിട്ട് ജസ്റ്റ് ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സസുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ വരുന്നത് GNM ആണ്, അതായത് ജനറൽ നഴ്സിംഗ്. ഇത് നമുക്ക് 3 year കോഴ്സാണ് വരുന്നത്. ലാസ്റ്റ് ഇയർ നമുക്ക് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഇത് മെയിൻലി നഴ്സിംഗ് തന്നെയാണ്, ജനറൽ ആയിട്ടുള്ള നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. GNM എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് BSc എടുക്കാം. അത് നമുക്ക് പോസ്റ്റ് BScയും കൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് BSc ലെവൽ ഡിഗ്രി ആണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തൊരു മെഡിക്കൽ കോഴ്സാണ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, DMLT. ഇതും മെയിൻലി നമുക്ക് BMLTയുടെ ഒരു ഡിപ്ലോമ കോഴ്സ് ആയിട്ടാണ് DMLT വരുന്നത്. ഇനി അടുത്തൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ റേഡിയോളജി. പിന്നെ വരുന്നൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. പിന്നെ നിങ്ങൾക്ക് ANM എടുക്കണമെങ്കിൽ ANM എടുക്കാം, അതായത് ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്. അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾക്ക് കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് പാരാമെഡിക്കൽ കോഴ്സസുകൾ വരുന്നത്. അതേപോലെ GNM ഒരു നഴ്സിംഗ് കോഴ്സാണ്. സോ ഇതൊക്കെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞവർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും സ്കോപ്പ് ഉള്ള കോഴ്സസുകളെ കുറിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ഓർ DM me ഓൺ Instagram. സോ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. This is all about my today's video. So this is me, Humans Honor, signing off.